ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് സെൻസേഷൻ സൊല്യൂഷൻ്റെ താഴെയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഷൂട്ട് ഡേ ആണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഷൂട്ടിലാണ്. സുബയുടെ ഒരു ഷൂട്ട് കഴിഞ്ഞു, അമലിൻ്റെ ഷൂട്ട് ഉച്ചയ്ക്ക് ശേഷമാണ്. എൻ്റെ ഒരു പ്രസൻറ്റേഷന് കുറച്ച് വൈബ്സ് എടുത്തു. ചേട്ടാ, ഇതാണ് ഗൈസ് ഞങ്ങളുടെ ഒഫീഷ്യൽ ക്യാമറാമാൻ പ്രൈം ചേട്ടൻ. വലിയൊരു സംഭവമാണ്. എന്തെങ്കിലും ഷൂട്ടിന് ആവശ്യമുണ്ടെങ്കിൽ ചേട്ടനെ തന്നെ നിങ്ങൾ വിളിക്കണം. അടിപൊളിയാണ് കേട്ടോ. ഇനിയിപ്പം ഗൈസ്, ഇതാണ് റിഷാൻ ചേട്ടൻ. റിഷാൻ ചേട്ടൻ ഇനി ഒരു 2 ഡേയ്സും കൂടെ ഉള്ളൂ. റിഷാൻ ചേട്ടൻ ഇവിടെ ഉള്ളൂ. ചേട്ടൻ റിസൈൻ ഇട്ട് പോവാണ് ഗൈസ്. ചേട്ടൻ ഇവിടെ നിൽക്കായിരുന്നു. ചേട്ടനൊരു ചേഞ്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നമ്മളെല്ലാവരും ഇത് അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ നമുക്ക് എല്ലാവർക്കും നല്ല വിഷമമുണ്ട്. ഓക്കെ, അപ്പോൾ ചേട്ടൻ്റെ ഷൂട്ട് നടന്നു ഗൈസ്. ഇത് അടുത്ത ഷൂട്ടാണ്. അടുത്ത ഷൂട്ടിന് ദേ ഇരിക്കണ ഇവളല്ലേ, ഇവളെൻ്റെ അമ്മയാണ് ഗൈസ്. എൻ്റെ അനിയത്തിയാണ് ദേ ഇവള്. എൻ്റെ അമ്മയും എൻ്റെ അനിയത്തിനെയാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, അതിന് ശേഷം നെക്സ്റ്റ് അവൾ അമ്മയായിട്ട് തകർത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന രംഗങ്ങളാണ് ഗൈസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് കോസ്റ്റ്യൂമിൽ അടുത്ത ഷൂട്ട് ഗൈസ്. ക്യാമറ ചേട്ടൻ എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. റുബയ്യ അടുത്ത കോസ്റ്റ്യൂമിൽ ഒരു ഇമോഷണൽ സീൻ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് ഗൈസ്. പിന്നെ ബാക്കി എല്ലാവരും അവിടെ നിന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മീഡിയ ടീം ഇവിടെ ഇരുന്നിട്ട് ഷൂട്ടിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മൾ അടുത്ത ഷൂട്ടാണ്. ദിവസം നമ്മൾ 11 ഷൂട്ട് ഗൈസ്. ഈ ഷൂട്ടെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് എക്സ്പോസ്ഡ് ആയിട്ടോ, ഭയങ്കര തലവേദനയൊക്കെ. അങ്ങനെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് ഒരു ചായക്കടയിൽ കയറി ഒരു കടിയൊക്കെ കഴിച്ചു. അതിനുശേഷം ഹോസ്റ്റലെത്തിയപ്പോൾ അവിടെ നിന്ന് തന്നെ കുറേ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇങ്ങനെ പുറത്തു പോകാമെന്ന് പറഞ്ഞിട്ട് ചായക്കടയിൽ പോവാം, കടി കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് കൺവീൻസ് ചെയ്ത് എന്നെ കൊണ്ടുപോയി ഗൈസ്. അങ്ങനെ നൈറ്റ് ഞങ്ങൾ ഇതേപോലെ ചായക്കടയിലൊക്കെ പോയി ഒരു പപ്സും കാര്യങ്ങളൊക്കെ കഴിച്ച് എന്നിട്ട് തിരിച്ചു വരുന്ന വഴി പാനിപ്പൂരിയൊക്കെ കഴിച്ചു. രസമായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.